എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനൊന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ചിക്കൻ ഷവായി ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല ചിക്കൻ ഷവായിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഒരു മസാല ചിക്കൻ ഷവായി റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അളവിൽ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ സ്കിന്നോട് കൂടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമെല്ലാം തോർന്ന് ഇതുപോലെ ഞാൻ ഒരു മസാല ചിക്കനിലേക്ക് നല്ല പോലെ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പറയുന്ന ഒരു മസാലക്കൂട്ടിൻ്റെ ഒരു അളവ് 1 കിലോ ചിക്കൻ്റെ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ഒരു 1050 ഗ്രാം അളവിൽ ചിക്കനാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കാശ്മീരി മുളകാണ് കേട്ടോ. പിരിയൻ മുളകില്ലേ, ഇതുപോലെ മുഴുവനായിട്ടുള്ള പിരിയൻ മുളക് തന്നെ ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചൂട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടുക. അങ്ങനെ കുതിർത്തി എടുത്തിരിക്കുന്ന പിരിയൻ മുളകാണിത്. 10 പിരിയൻ മുളകൊക്കെ എടുക്കുമ്പോൾ ഒരു നോർമൽ ഒരു എരിവാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഒരു 12 ഒരു 14 എണ്ണം വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു മുളകിൻ്റെ ഒരു വലിപ്പമൊക്കെ അനുസരിച്ചും വേണം ഒരു മുളക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കുതിർത്തി എടുത്തിരിക്കുന്ന മുളക് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2-3 തണ്ട്, വളരെ കുറച്ച് മാത്രം ഇതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ മല്ലിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മസാല നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഈ ഒരു മസാല ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏറ്റവും നല്ലത് നമ്മളൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പോഴത്തേക്കും ഈ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞതൊരു 3 to 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്ത് വെക്കുന്നത്. 4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ചിക്കനാണ്. ഈ ഒരു ചിക്കൻ നമുക്കൊരു കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു മസാലയില്ലേ, ആ ഒരു മസാല മുഴുവനായിട്ട് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലൊന്ന് വേവിച്ചിട്ട് എടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ, ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും, കറക്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ചപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ചിക്കൻ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമ്മൾ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു ചിക്കൻ മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു കുക്കറിൽ നിന്ന് ഒരു ചിക്കൻ എടുത്തപ്പോഴത്തേക്കും ചിക്കനിലേക്ക് രണ്ടും ഇതുപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മൊരിയിച്ചിട്ടെടുക്കുക. നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു കുക്കറിൽ ബാക്കിയുള്ള ഒരു മസാലയില്ലേ, ആ ഒരു മസാല ഈ ഒരു ഓയിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു മസാല നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇതുപോലെ അത്യാവശ്യം ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാല ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് മല്ലിയിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ പരുവൊന്നാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചിക്കൻ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കുബൂസിൻ്റെ കൂടെയും പൊറോട്ടയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു
അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.